അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ഇപ്പോൾ മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. താങ്കളുടെ പ്രതികരണം? മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അതിനാർക്കും ഇവിടെ ഒരു സംശയമില്ല. ഹൈക്കോടതിക്ക് അത് ബോധ്യപ്പെട്ടു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. മാത്രമല്ല, 100% നിയമവിരുദ്ധമായ 100% ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമത്തിന്റെ പിൻബലത്തിൽ മാത്രം കൊള്ളയടിക്കപ്പെട്ട ഒരു ഭൂമിയാണ് മുനമ്പം. ആ ഭൂമി അവർക്ക് തിരികെ അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുവാൻ ഇവിടെ വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർക്ക് പൂർണ്ണമായും നീതി ലഭിക്കുന്ന മുനമ്പം ജനതയ്ക്ക് നീതി ലഭിക്കുവാനായി അവരെ എന്തുകൊണ്ട് ആ പ്രശ്നത്തിലകപ്പെട്ടോ ആ നിയമം കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കിയിട്ടുണ്ട്. എന്നാൽ ഇനി അവർക്ക് അവരുടെ ഭൂമി, അവരുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടുവാനുള്ള നിയമനിർമ്മാണം പണിപ്പുരയിലാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർക്ക് പൂർണ്ണമായി ആ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കി കഴിയാൻ കൊടുക്കുവാൻ BJP പ്രതിജ്ഞാബദ്ധമാണ്. ഞങ്ങൾ ആ ജോലി ചെയ്തിരിക്കുന്നത്. ശ്രീ ഷോൺ ജോർജ്, ഇനി എന്താ അവിടെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ തുടരാൻ അനുവദിച്ചിരിക്കുകയാണ് കോടതി എന്ന് പറയുമ്പോൾ സർക്കാരിന് ഇനി അവിടെ എന്ത് ചെയ്യാനാകുമെന്ന് ഉറ്റുനോക്കുകയാണ്. CN രാമചന്ദ്രൻ കമ്മീഷനെ കോടതി തുടരാൻ അനുവദിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷെ ആ കമ്മീഷന് എന്തു ചെയ്യാൻ കഴിയും? നിലവിലുള്ള നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇപ്പൊ നടത്തിയ നിയമനിർമ്മാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്ന നിയമത്തിന്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ടല്ല ആ വിഷയം പരിഹരിക്കേണ്ടത്. അതിന് പരിഹാരം ഉണ്ടാക്കുവാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂ. മാത്രമല്ല, മുനമ്പം ജനതയുടെ വസ്തു അവരെ അവിടെ നിന്ന് ഇറക്കി വിടുന്നില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ നിമിഷം വരെയും സംസ്ഥാന സർക്കാർ അത് വഖഫ് ഭൂമി അല്ല എന്ന് പറയാൻ സംസ്ഥാന സർക്കാരോ ഇവിടുത്തെ പ്രതിപക്ഷമോ തയ്യാറായിട്ടില്ല. അത് ആ പാവപ്പെട്ടവര് ഒരു നൂറ്റാണ്ട് കാലമായി അവരുടെ കൈവശം വെച്ച് അനുഭവിച്ചു പോന്നിരുന്ന ആ വസ്തുവിനെ ഇപ്പോഴും വഖഫിന്റെ ഭൂമിയാണെന്ന് പറയാനാണ് ഇവിടെ കോൺഗ്രസിനും CPM ഇഷ്ടം. അത് അങ്ങനെ അല്ല എന്ന് പറയാൻ ഇവർ തയ്യാറാകാത്തിടത്തോളം കാലം ഏത് കമ്മീഷൻ വന്നിട്ടും കാര്യമില്ല. കാരണം അവിടെ സർക്കാരിന്റെ നിലപാടല്ലേ കമ്മീഷൻ അവിടെ പ്രഖ്യാപിക്കുന്നു. 100% പൊസഷൻ, അവരുടെ കുടികിടപ്പ് അവകാശം നോക്കിയാൽ തന്നെ 100 വർഷത്തിന് മുകളിലാണ് ആ വസ്തു. എന്നിട്ട് പോലും ആ വസ്തുവിന് ഇത്രയും കാലഘട്ടമായിട്ട്, ഇത് ഇന്ന് തുടങ്ങിയതല്ല, 2021 4 വർഷമാകുന്നു അവരുടെ റവന്യൂ അവകാശങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട്. ഈ വിഷയത്തിൽ ആ റവന്യൂ രേഖകൾ പരിശോധിച്ച് കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുമായിരുന്നെങ്കിൽ വെറും 10 ദിവസം, അന്ന് VD സതീശൻ പറഞ്ഞ 10 ദിവസം പോലും വേണ്ട. പക്ഷെ അതിന് പരിഹാരം ഉണ്ടാക്കാൻ VD സതീശനോ കോൺഗ്രസിനോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ CPM-നോ ഗവൺമെന്റിനോ താല്പര്യമില്ല. പക്ഷെ അവിടുത്തെ ജനങ്ങളെ കേൾക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ സർക്കാർ പോയിരുന്നില്ലേ? കേട്ടിട്ടെന്താ? ചുമ്മാ കേട്ടിട്ട് വല്ല കാര്യമുണ്ടോ? പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയോ? ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തുമെന്നാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം വരെ നടത്തുമെന്നാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. ക്രമസമാധാന വിഷയം എന്ന നിലയിലാണ് കമ്മീഷനെ നിയമിച്ചതെന്നും ഒക്കെ കോടതിയിൽ ഇന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇന്ന് വരെയും ഏതെങ്കിലും സംഘർഷങ്ങൾ ആ പാവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു ക്രമസമാധാന പ്രശ്നമില്ല. കമ്മീഷനെ നിയമിച്ചു. കണ്ണിൽ പൊടിയനാൻ ഒരു കമ്മീഷനെ നിയമിച്ചല്ല, മറ്റൊന്നുമില്ല. നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആ നാട്ടുകാരനല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് ഒരു നിയമനിർമ്മാണം നടത്താത്തത്? അല്ലെങ്കിൽ ഒരു സെൻട്രൽ ആക്ട്, വഖഫ് ആക്ട് എന്ന് പറയുന്ന ഒരു സെൻട്രൽ ആക്ടാണ്. ആ സെൻട്രൽ ആക്ടിൽ സംസ്ഥാന ഗവൺമെന്റ് എന്ത് ചെയ്യാൻ കഴിയും? ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഞങ്ങളോട് സംസാരിച്ചതിന്. എന്തായാലും മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധി റദ്ദാക്കിയിരിക്കുന്നു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ റദ്ദാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ അപ്പീലിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. അല്ലാഹുവിനു വേണ്ടി സ്ഥിരമായി സമർപ്പിച്ച ഭൂമി അല്ല മുനമ്പത്തേത് എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. 1950-ലെ ഭൂമി കൈമാറ്റ രേഖകൾക്ക് അത്തരം ഒരു ഉദ്ദേശമില്ല എന്നും ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് നൽകിയ ഭൂമി വഖഫ് അല്ല എന്നും കോടതി പറഞ്ഞിരിക്കുകയാണ്. ആജ്ഞ തുടരുന്നുണ്ട്. ആജ്ഞ ഇപ്പോൾ BJP ആരോപിക്കുന്നത് അങ്ങനെയാണ്. ഇത് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമാണോ? എന്ത് ചെയ്യാനാകും സംസ്ഥാന സർക്കാരിന്? നേരത്തെ ചെയ്യാമായിരുന്ന കാര്യങ്ങൾ ആ സമയത്ത് ചെയ്തില്ല എന്ന വിമർശനവുമൊക്കെ ഈ സമയത്ത് ഉയർത്തുന്നുണ്ട്. ഈ വിഷയത്തിൽ കേന്ദ്രമാണെങ്കിൽ പോലും നേരത്തെ കേന്ദ്രമന്ത്രി കേരളത്തിൽ വന്നിരുന്ന സാഹചര്യത്തിൽ ഈ വഖഫിന്റെ മേൽ, അതായത് വഖഫ് നിയമം ഭേദഗതി ചെയ്യുമ്പോൾ ഇവർക്ക് മുനമ്പത്ത് ഈ ഭൂമിയുടെ അവകാശികൾക്ക് ഇതിൽ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അപ്പീലിന് പോകാം എന്നുള്ള ഒരു സാധ്യത മാത്രമേ അന്നും അവർ സൂചിപ്പിച്ചിട്ടുള്ളൂ. ഒരു ഈ തരത്തിലുള്ള
വിമർശനവും ഈ കാര്യത്തിൽ ഉന്നയിക്കാൻ എനിക്ക് തോന്നുന്നില്ല, കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ചില വഖഫിന്റെ നിയമ ഭേദഗതി വരുന്ന സാഹചര്യത്തിൽ പോലും അതിൽ ക്ലോസുകൾ വെച്ചിട്ടാണ് നിയമ ഭേദഗതി വന്നിട്ടുള്ളതെന്ന് നമുക്ക് കണ്ടറിയാവുന്നതാണ്. പക്ഷേ ഇതിനകത്തുള്ള വിഷയം എന്ന് പറയുന്നത് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുകയാണ്, കൃത്യമായി കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് വഖഫിന്റെ ഭൂമിയാണ് എന്ന് പറയുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ വഖഫിലേക്ക് ഈ ഭൂമി എത്തപ്പെടും എന്ന് ഈ ഡീഡിൽ എവിടെയും പറയുന്നില്ല എന്ന് തന്നെയാണ്. അതായത് ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിന് സിദ്ദീഖ് സേഠ് 1950 എഴുതി തന്ന ഡീഡിൽ കൃത്യമായിട്ട് പറയുന്നത് വഖഫായി എഴുതി നൽകുന്നു എന്ന് പറയുന്നുണ്ട്. വഖഫിലേക്ക് എന്നല്ല, ദൈവനാമത്തിൽ എഴുതി നൽകുന്നു എന്ന് തന്നെയാണ് ആ കാലഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൂടുതൽ അതിൻ്റെ വിശദാംശങ്ങൾ വന്നത് അങ്ങനെയാണ്. അത് തന്നെയാണ് ഇപ്പോഴും കോടതി പറയുന്നത്. അതായത് 69 വർഷത്തിന് ശേഷം വഖഫ് ഒരു ഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കുന്നു. ഏകപക്ഷീയമായി വഖഫിൻ്റെതാണ് ഈ ഭൂമി എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ ഏകപക്ഷീയമായി ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതായിരുന്നു കോടതി നിരീക്ഷിച്ചത്. ആ കാര്യത്തിൽ അതായത് എന്താണ് ഡീഡിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ആ ക്ലോസ് വെച്ചിട്ട് തന്നെ ആയിരുന്നു എന്ന് മുനമ്പം നിവാസികൾ കോടതിയിൽ പറഞ്ഞത്. ഈ ഭൂമി അവരുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കുന്ന സാഹചര്യത്തിലേക്ക് അത് തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മുനമ്പം ജനത ഈ രവീന്ദ്രനാണ് വിശദവിവരങ്ങൾ കൊച്ചിയിൽ നിന്നും